ശ്രീ ജോർജ് പൊടിവാറ, അവസാനമായി ഈ പറഞ്ഞ പോലെ ഇവിടെ പാർട്ടി സർക്കാരിലൊരു ഏകോപനം വേണം. ആ ഏകോപനം നടക്കുന്നില്ല. പല ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങളും ഇപ്പൊ 2 മാസമായതേ ഉള്ളൂ എങ്കിലും ഒരുപാട് നേരത്തെ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ടതാണ്. അദ്ദേഹത്തിന് ഒരുപാട് ഭാരിച്ച വകുപ്പുകളുണ്ട്. അപ്പോൾ അതിനെയൊക്കെ ഏകോപിപ്പിക്കണം. തെറ്റുകൾ സ്വാഭാവികമാണ്. അത് തുടക്കത്തിലേത് പുഷ്പം പോലെ ഈസി ആയിട്ട് തന്നെ കൈകാര്യം ചെയ്ത് പോകണം. ആ നിലയ്ക്ക് എന്ത് ഒരു മാറ്റമാണ് വേണ്ടത് സംഘടനാ തലത്തിൽ? അതായത് ഇവിടെ ഒരു പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവിൽ നിന്ന് മുഖ്യമന്ത്രി കസേരയിലേക്ക് വന്നപ്പോൾ അദ്ദേഹത്തിന് അനിവാര്യമായി ഉണ്ടാകേണ്ട ആ എന്താ പറയുക ഒരു പ്രതികരണങ്ങളിൽ അതുപോലെ തന്നെ മറുപടികളിൽ ഒക്കെ ഉണ്ടാവേണ്ട ഒരു മാറ്റമുണ്ട്. ആ ഒരു പരിണാമം പൂർണ്ണമായിട്ട് അദ്ദേഹത്തിൽ ഒരു മെറ്റാമോർഫോസിസ് ആണത്. അതായത് പണ്ട് പ്യൂപ്പയായിരുന്നെങ്കിൽ ഇപ്പൊ അദ്ദേഹം ശലഭമാണ്. ആ ശലഭമായി അതും രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പൊ അതിലേക്കുള്ള ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു പരിണാമം അദ്ദേഹത്തിന് വന്നു ഭവിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണല്ലോ അദ്ദേഹം. അപ്പൊ സ്വാഭാവികമായിട്ടും ആ രീതിയിലുള്ള ആ ഒരു മാറ്റത്തിലേക്ക് അദ്ദേഹം വരുന്നേ ഉള്ളൂ. കാരണം 60 ദിവസമേ ആയിട്ടുള്ളൂ. അതിനിടയിൽ 100,000 വകുപ്പുകളും അതുപോലെ തന്നെ ബജറ്റ്, ധവളപത്രം എന്ന് വേണ്ട ഈ സർക്കാർ മുന്നോട്ട് പോകേണ്ടതായ എല്ലാ കാര്യങ്ങളിലും അദ്ദേഹം ആഗ്രഹിച്ചെടുത്ത വകുപ്പുകളല്ല ഇത് മുഴുവൻ. ഈ ധനകാര്യ വകുപ്പൊന്നും വേറെ ആരും ഏറ്റെടുക്കാനും ഉണ്ടായിരുന്നില്ല. അപ്പൊ അങ്ങനെ അദ്ദേഹത്തിൽ വന്ന് ഭവിച്ചൊരു സാഹചര്യത്തിൽ ആ ചുമതലകൾ അദ്ദേഹത്തിന് നിറവേറ്റിയേ പറ്റൂ. അതിനിടയിൽ ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധി കൊണ്ട് ശമ്പളം, പെൻഷൻ തുടങ്ങി 100,000 കാര്യങ്ങൾ, പഴയ സർക്കാർ വരുത്തിവെച്ച ബാധ്യതകൾ, ഇതെല്ലാം അദ്ദേഹത്തിന്റെ മുമ്പിലാണല്ലോ, മുഖ്യമന്ത്രിയുടെ കാര്യത്തിലാണല്ലോ വരുന്നത്. ഇവിടെ ഒരു പ്രശ്നം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ശ്രീകുമാർ പറഞ്ഞ ഒരു പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ ഒരു അനിവാര്യത ഉണ്ട്. അതും പരിണതപ്രജ്ഞരായ വളരെ സീസൺഡ് ആയിട്ടുള്ള ഒരു പൊളിറ്റീഷ്യൻ ആ സ്ഥാനത്തേക്ക് വരേണ്ടതുണ്ട്. വളരെ സീസൺഡ് ആയിട്ടുള്ള, അത് ഞാൻ പറഞ്ഞ പോലെ തന്നെ വലിയ പ്രശസ്തരല്ല, പക്ഷെ കാര്യങ്ങൾ നന്നായി ചെയ്യുന്ന, മുഖ്യമന്ത്രിക്ക് വേണ്ട രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ കഴിയുന്ന, അദ്ദേഹത്തെ രാഷ്ട്രീയം പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല, പക്ഷെ ചില കാര്യങ്ങളിൽ അദ്ദേഹത്തിന് കൊടുക്കേണ്ട ഒരു ഉപദേശം അല്ലെങ്കിൽ ആ ഒരു നിർദ്ദേശം കൊടുക്കാൻ പറ്റുന്ന ഒരാള്, എ ഡി സതീശൻ പോലും ബഹുമാനിക്കുന്ന ഒരാൾ ആ പദവിയിലേക്ക് വരുന്നത് നന്നായിരിക്കും. ഇവിടെ വേറൊരു പ്രശ്നമുണ്ട് പ്രതീക്ഷ ഇതുവരെ പറയാത്ത. ഇപ്പൊ ഈ സംഘടനാ പ്രശ്നം എന്ന് പറയുന്നത്, ഈ സംഘടന KPCC നിർജീവമാണ്. രാഷ്ട്രീയകാര്യ സമിതി ചേരുന്നില്ല. ഈ ഒരു സാഹചര്യത്തിൽ ഒരു പുതിയ പ്രസിഡന്റ്, ഒരു ഡൈനാമിക് ആയിട്ടുള്ള ഒരു പ്രസിഡന്റ് വേണം. ആ പ്രസിഡന്റ് വരണം, KPCC പുനഃസംഘടിപ്പിക്കണം. വർക്കിംഗ് പ്രസിഡന്റുമാര് 2 പേരും ഇപ്പം മന്ത്രിമാരാണ്. 3ാമത്തെ വർക്കിംഗ് പ്രസിഡന്റ് ആവട്ടെ ഈ പറഞ്ഞതുപോലെ അദ്ദേഹത്തിനും കാര്യമായിട്ട് ഈ സംഘടന ഇങ്ങനെ ഒരു ചലനാത്മക അല്ലാത്തൊരവസ്ഥയിൽ അദ്ദേഹത്തിനും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഇതാരാ ചെയ്യേണ്ടത്? ഈ KPCC പുനഃസംഘടിപ്പിക്കേണ്ടത് മുഖ്യമന്ത്രിയാണ്. KPCC നിർജീവമാണെങ്കിൽ അതിന് ഉത്തരവാദി മുഖ്യമന്ത്രിയാണോ? പാർട്ടി സർക്കാർ ഏകോപനം നടക്കുന്നില്ലെങ്കിൽ അതിന്റെ കുറ്റം വി ഡി സതീശനാണോ? ഈ പറയുന്ന സംഘടനാ ചുമതലയുള്ള ഓൾ ഇന്ത്യ ജനറൽ സെക്രട്ടറിക്കും ഒക്കെ അദ്ദേഹത്തിനൊക്കെ അല്ലേ അത് പ്രധാനമായിട്ട് ചെയ്യാൻ കഴിയുക? KPCC പ്രസിഡന്റിനെ ഉടനെ നിയമിക്കുന്നു. പാർട്ടിയും ഗവൺമെന്റും തമ്മിലുള്ള ആ ഒരു ഏകോപനം വളരെ കൃത്യമായി നിർവഹിക്കുന്ന രീതിയിൽ സംഘടനയെ അതിന് സജ്ജമാക്കി എടുക്കുക. ഇതൊന്നും വി ഡി സതീശന്റെ ജോലിയല്ല. അദ്ദേഹത്തിന് അതിന് ആവശ്യത്തിലധികം ജോലിയുണ്ട്. UDF ചെയർമാൻ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന് പാർട്ടിയിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ? അപ്പൊ അത് ചെയ്യേണ്ടവര് സമയത്ത് ചെയ്യാതിരിക്കുകയും അതിലൂടെ പാർട്ടിയും സംഘടനയും ഗവൺമെന്റും തമ്മിലുള്ള ആ ഒരു കോർഡിനേഷൻ അതിൻ്റെതായ അളവിലും വ്യാപ്തിയിലും നടക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളിൽ അതിലും വി ഡി സതീശനാണ് അതിനകത്ത് ഉത്തരവാദി എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ എപ്പോഴാ KPCC പ്രസിഡന്റ് വരുന്നതെന്ന് പലരും വി ഡി സതീശനോട് ചോദിക്കുന്നു. പത്രപ്രവർത്തകർ അദ്ദേഹം എങ്ങനെയാ അതിനൊക്കെ ഉത്തരം പറയാം? പക്ഷെ അതേ ചോദ്യങ്ങൾ എന്നാൽ അതേ ആർജവത്തോടെ അതേ ശക്തിയോടെ മറ്റു പലരോടും ചോദിക്കേണ്ടടുത്ത് ചോദിക്കുന്നില്ല. ഇപ്പോഴും ഞാൻ പറയുന്നത്, ഇപ്പോഴൊരു KPCC പ്രസിഡന്റ്, അദ്ദേഹം മന്ത്രിയായി എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിന് KPCC പ്രസിഡന്റായിട്ട് ആക്ട് ചെയ്യാൻ ഒരു തടസ്സവും ഇല്ല. പക്ഷെ അതെന്തുകൊണ്ടും നടക്കുന്നില്ല. അദ്ദേഹം ആ ഉത്തരവാദിത്തങ്ങളും ചുമതലകളും കൃത്യമായിട്ട് ചെയ്യുന്നില്ല. ഇപ്പൊ ഇന്ന് അദ്ദേഹം പറഞ്ഞു KSUക്കാരുടെ പ്രശ്നങ്ങൾ പാർട്ടി പരിഗണിക്കും, ചർച്ച ചെയ്യും. ഇതെല്ലാം കഴിഞ്ഞ് പശുവും ചെത്തും മോരിലെ പുളിയും പോയി കഴിഞ്ഞിട്ട് അല്ല ഇത് ചെയ്യേണ്ടത്. ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായാൽ അപ്പൊ തന്നെ KSU പ്രസിഡന്റിനെ വിളിക്കുന്നു, മുഖ്യമന്ത്രിയോട് സംസാരിക്കുന്നു, അതൊന്ന് സെറ്റിൽ ചെയ്യണം, അതിൽ പരസ്യ പ്രസ്താവനകളിലേക്ക് പോകുന്നൊരു സാഹചര്യം ഒഴിവാക്കണം എന്നൊക്കെ ഉള്ള രീതിയിൽ എന്തെല്ലാം കാര്യങ്ങൾ മുമ്പൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ വിഷയത്തിൽ അദ്ദേഹത്തിന് പറയാമല്ലോ, ഈ ചർച്ച താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ ചാനലുകളിലേക്ക് പാർട്ടി വക്താക്കൾ പോകണ്ട, ഈ വിഷയത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചേരി തിരിഞ്ഞുള്ള അഭിപ്രായ പ്രകടനങ്ങൾ വേണ്ട, അത് കൂടുതൽ വഷളാക്കും. 60 ദിവസം മാത്രമായ ഒരു സർക്കാർ ഇതുവരെ ചെയ്തതിന്റെ ഗ്രേസ് മുഴുവൻ, ആ ഗരിമ മുഴുവൻ നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് പ്രസ്താവനകൾ ഒരുപക്ഷെ പോയേക്കാം. അതിന്റെ ദുർഘടാവസ്ഥയിലേക്ക് ഒരു സംഘടനാ സംവിധാനവും ഒരു സർക്കാരിനെയും കൊണ്ടെത്തിക്കുമ്പോൾ അപ്പോൾ അതിൽ ഇടപെട്ട് വളരെ ഈസി ആയിട്ട് കാര്യങ്ങളെ സമവായത്തിന്റെ പാതയിലേക്ക് എത്തിക്കേണ്ട ആളുകൾ തന്നെ ഈ റേസിന്റെ ഭാഗമായി ഗാലറിയിൽ നിന്ന് കളി കാണുന്നവരായി മാറുന്നു എന്ന തോന്നൽ
ഈ താഴെത്തട്ടിലേക്ക് അടക്കം എത്തുന്നത് അത് മോശമല്ല കോൺഗ്രസ്. ജനങ്ങൾക്കുണ്ട്, സംഘടനയിലുള്ളവർക്ക് ഇല്ലെങ്കിൽ പോലും പാർട്ടിയുടെ വലിയ ആളുകളായിട്ട് നടക്കുന്നവർക്കൊക്കെ ഒരുപക്ഷെ അവർ കളി കണ്ട് രസിക്കായിരിക്കും. പക്ഷെ ഈ UDF വോട്ട് ചെയ്ത് ജയിപ്പിച്ച ലക്ഷോപലക്ഷം ജനങ്ങളുടെ മനസ്സിൽ വലിയ സങ്കടമുണ്ട്. ഇത് ഇങ്ങനെയല്ലല്ലോ പോകേണ്ടത്. ഇന്ന് രാവിലെ പോലും എന്നോട് 2-3 വളരെ പ്രായമായ ചില മനുഷ്യർ വിളിച്ചിട്ട് പറഞ്ഞു, വലിയ കഷ്ടമാണല്ലോ ഇത്, നിങ്ങളൊക്കെ കൂടെ ഈ പറഞ്ഞുണ്ടാക്കി ഇത് ജയിപ്പിച്ചിട്ട് ഇതിങ്ങനെയാണോ, ഇതെന്താ ഈ നടക്കുന്നതെന്ന് വല്ലാത്ത വേദനയുടെ, ഹൃദയവേദനയോടെ സംസാരിച്ച ചില മനുഷ്യർ, 70-80 വയസ്സുള്ള മനുഷ്യര്. അവരെ ചോദിക്കുമ്പോൾ നമുക്ക് മറുപടി ഇല്ലാതെ പോവുകയാണ്. ആ മറുപടി ഇല്ലാതാക്കുന്ന പാർട്ടിക്കാർ സ്വയം ചിന്തിക്കണം, അത്രത്തോളം വലിയ പ്രതിസന്ധി, അത്രത്തോളം വലിയ കാര്യങ്ങൾ ഈ കാര്യത്തിൽ ഉണ്ടോ എന്ന് സ്വയം ചിന്തിച്ചിട്ട് അതിന് കൊടുക്കേണ്ട അനിവാര്യമായ ഒരു വിരാമത്തിന് പാർട്ടി മുൻകൈ എടുക്കണം. അതിന് മുതിർന്ന നേതാക്കൾ തന്നെ രംഗത്തിറങ്ങണം എന്നാണ് എൻ്റെ അഭിപ്രായം.